ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജ്യുമെന്റോ. ഈ വീഡിയോയിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് എ ഐ ആണ് കാണാൻ പോകുന്നത്. ഹിസ്റ്ററി ഓഫ് എ ഐന് നമ്മൾ ഇതിലൊരു 10 ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് കാട്ടുന്നത്. നമുക്ക് അതിലെ ഓരോ ഫേസും എന്താണെന്നുള്ളത് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എ ഐ നോക്കുമ്പോൾ അതിലെ ഏറ്റവും ഫസ്റ്റത്തെ കാലഘട്ടം, ഫസ്റ്റത്തെ ഫേസ് ആണ് ദ ജസ്റ്റേഷൻ ഓഫ് എ ഐ. ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബർത്തിന് മുന്നുള്ള കാലഘട്ടം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബർത്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1956 ആണ്. അപ്പൊ ആ ഒരു ബർത്തിന് മുന്നുള്ള ഡെവലപ്മെന്റ് പീരീഡ്, ആ പീരീഡിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് ഓഫ് എ ഐ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കുറെ ഡെവലപ്മെന്റ്സ് നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു 3-4 ഡെവലപ്മെന്റ്സ് ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. The first work that is now generally recognized as AI was done by Warren McClock and Walter Pitts. വാൾട്ടർ പിറ്റ്സിന്റെ മെക്ലോക്കിന്റെ ഒരു വർക്ക്, ഈ വർക്ക് ആണ് നമ്മൾ എ ഐ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വർക്ക് അതെന്തായിരുന്നു? ദ പ്രൊപ്പോസ്ഡ് എ മോഡൽ ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ്. അവര് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിനെ പോസ് ചെയ്തു ഇൻ ദ ഇയർ 1943. ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബയോളജിക്കൽ ന്യൂറോൺസ് പോലെ തന്നെ. ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കി, ഈ ഫസ്റ്റ് കാണുന്ന ഫിഗർ ഇതാണ് നമ്മുടെ ബയോളജിക്കൽ ന്യൂറോൺസ്. ഇപ്പൊ ബയോളജിക്കൽ ന്യൂറോൺസിൽ എന്താ? ഇൻപുട്സിനെ റിസീവ് ചെയ്യാനായിട്ട് ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. അതിന് ഈ സെൽ ബോഡി, ഈ കാണുന്നതാണ് സെൽ ബോഡി. സെൽ ബോഡിയുടെ അകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഈ സെൽ ബോഡിയുടെ അകത്താണ് നമ്മൾ ആ എടുക്കണ ഇൻപുട്സിന് ഓപ്പറേഷൻസ് അല്ല, അത് എന്താണ് ചെയ്യേണ്ടത്, എന്ത് ആക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ സെൽ ബോഡിയുടെ അകത്ത് ഈ ന്യൂക്ലിയസ് യൂസ് ചെയ്തിട്ടാണ്. അത് എന്താണോ ആക്ഷൻ പെർഫോം ചെയ്യേണ്ടത് ആ ആക്ഷനെ ആക്സൺ വഴി ബാക്കിയുള്ള ന്യൂറോൺസിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിൽ ഡെൻഡ്രൈറ്റ്സിന് പകരം നമ്മൾ ഇവിടെ ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇനി ഇവിടെ നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ ഔട്ട്പുട്ട് കിട്ടണം ആ ഔട്ട്പുട്ട് നമ്മൾ ഇതിലേക്ക് കൂടി പ്രസ് ചെയ്ത് കൊടുക്കും. സോ ഇറ്റ്സ് സിമിലർ ടു ദ സ്ട്രക്ചർ ഓഫ് എ ബയോളജിക്കൽ ന്യൂറോൺ. ഇതാണ് എ ഐ എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്ന ഫസ്റ്റ് വർക്ക്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഇൻ 1949. 1949 ഡൊണാൾഡ് ഹെബ് demonstrated a simple updating rule for modifying the connection strengths between neurons. ഈ ന്യൂറോൺസിന്റെ ഇടയിലത്തെ കണക്ഷൻ, ആ സ്ട്രെങ്തിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ കണ്ടുപിടിച്ചു ഇൻ 1949. അതിനെയാണ് നമ്മളിപ്പോ ഹെബിയൻ ലേണിംഗ് പറയുന്നത്. Now the next one is in 1950. 1950 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് മാർവിൻ മിൻസ്കി ആൻഡ് ഡീൻ എഡ്മണ്ട്സ് എന്ത് കണ്ടുപിടിച്ചു? ഫസ്റ്റ് ന്യൂറൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ, and it is known as SNAC, Stochastic Neural Analog Reinforcement Calculator. So ഇതാണ് ഫസ്റ്റ് ന്യൂറൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ. അതേപോലെ തന്നെ 1950 ഉണ്ടായിരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ആണ് ട്യൂറിംഗ് ടെസ്റ്റ്, ആൻഡ് ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് എന്ന് പറയുന്ന പേപ്പറിൽ അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻ മെഷീൻസ് തിങ്ക്? മെഷീൻസിന് തിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ മെഷീൻസിന് തിങ്ക് ചെയ്യാൻ പറ്റുന്നാണെങ്കിൽ ആ മെഷീൻ എന്തായിരിക്കും? ആ മെഷീൻ ഒരു ഇന്റലിജന്റ് മെഷീൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മെഷീൻ ഇന്റലിജന്റ് ആണോ അല്ലെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ മനുഷ്യന്മാരുടെ കേസിൽ നമുക്ക് ഇന്റലിജന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് IQ നോക്കാം. അപ്പൊ അതേപോലെ മെഷീൻസിന്റെ ഇന്റലിജൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്റലിജന്റ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലൻ ട്യൂറിംഗ് ടെസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ജസ്റ്റേഷൻ പീരീഡിൽ പഠിക്കാനുള്ളത്. Now the next phase in the history of AI is the birth of AI. ഇപ്പൊ ജസ്റ്റേഷൻ പീരീഡിൽ കുറെ ഡെവലപ്മെന്റ്സ് നടന്നെങ്കിലും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു നെയിം ഈ ഫീൽഡിന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു നെയിം നമ്മൾ ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത് ഇൻ ദ ഇയർ 1956 ആണ്. ആൻഡ് ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ദ അമേരിക്കൻ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ജോൺ മെക്കാർത്തി. ജോൺ മെക്കാർത്തി ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു നെയിം ഈ ഫീൽഡിന് സജസ്റ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഡാർട്ട്മൗത്ത് കോൺഫറൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? ഡാർട്ട്മൗത്ത് കോളേജിന് ഒഫീഷ്യൽ ബർത്ത് പ്ലേസ് ഓഫ് AI ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷമാണ് AI എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ഫീൽഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം മെക്കാർത്തി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മിൻസ്കി, ഷാനോൺ അങ്ങനെയുള്ള കുറെ റിസർച്ചേഴ്സും അതേപോലെ തന്നെ ഈ ഓട്ടോമാറ്റ തിയറിയിലും ന്യൂറൽ നെറ്റ്വർക്സിലും ഇന്റലിജൻസിനെയൊക്കെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ട്, റിസർച്ച് നടത്താനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വേറെ കുറെ റിസർച്ചേഴ്സിനെയും കൂടി കമ്പൈൻ ചെയ്ത് ഒരു വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്തു. ഒരു 2-month വർക്ക്ഷോപ്പ് അറ്റ് ദ ഡാർട്ട്മൗത്ത് കോളേജ്.
അപ്പൊ ആ ഒരു കോൺഫറൻസിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ന്യൂവൽ ആൻഡ് സൈമൺ, രണ്ട് റിസർച്ചേഴ്സ് ആണ് ന്യൂവൽ ആൻഡ് സൈമൺ. അപ്പൊ ഇവർ രണ്ടുപേരും ഒരു റീസണിംഗ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് ലോജിക് തിയറിസ്റ്റ്. ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, it was able to prove most of the theorems of chapter 2 of Russell and Whitehead's Principia Mathematica. റസൽ ആൻഡ് വൈറ്റ്ഹെഡ്സിന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് ഒരുപാട് തിയറംസ് ആണുള്ളത്. ഇതില് ചാപ്റ്റർ 2 തിയറംസിന്, എല്ലാ തിയറംസിനെയും ഈ പ്രോഗ്രാം വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റി. അതിൽ തന്നെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയുടെ ഓഥറായ റസലിന് ഏറ്റവും ഡിലൈറ്റഡ് ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഇവര് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു തിയറത്തിന് ഈ ചാപ്റ്ററിലുള്ളതിനേക്കാളും കുറെ കൂടി ഷോർട്ടർ ആയിട്ട്, കുറെ കൂടി എളുപ്പത്തില് ഈ ലോജിക് തിയറിസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റി. അത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വലിയ ഡെവലപ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മൾ ഹ്യൂമൻസ് തിങ്ക് ചെയ്തതിനേക്കാളും കുറെ കൂടി ഇംപ്രൂവ്ഡ് വേർഷനിൽ പ്രോഗ്രാമിനെ തിങ്ക് ചെയ്യാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് നമ്മൾ പ്രൂവ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൂഫ് ഈ പ്രോഗ്രാമിന് നൽകാനായിട്ട് പറ്റിയത്. The next phase is early enthusiasm and great expectations. The early years of AI were full of success. കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇൻവെൻഷൻസ് ഒക്കെ നടത്തിയ ഒരു കാലഘട്ടമാണ് ഈ ഒരു ടൈം പീരീഡ്, 1952 മുതൽ 69 വരെയുള്ള ആ ഒരു കാലഘട്ടം. അപ്പൊ അതിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത് 1957 ന്യൂവലും സൈമണും ജനറൽ പ്രോബ്ലം സോൾവർ GPS എന്ന് പറയുന്നത് നമ്മളിപ്പോ നാവിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന GPS അല്ല, ഹിയർ ഇറ്റ് ഈസ് ജനറൽ പ്രോബ്ലം സോൾവർ. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തി. ന്യൂവൽ ആൻഡ് സൈമൺ തന്നെയാണ് ഏർലിയർ ലോജിക് തിയറിസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം കണ്ടുപിടിച്ചത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത, ഇത് കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമൻ തിങ്കിങ് അപ്രോച്ച് ആണ്. അപ്പൊ ഹ്യൂമൻസ് എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്, ഹ്യൂമൻസിന് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ അവർ ആ പ്രോബ്ലത്തിന് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ പറ്റും, എങ്ങനെ ഗോളിലോട്ട് എത്താൻ പറ്റും, അങ്ങനെ ഹ്യൂമൻസ് എങ്ങനെയാണോ തിങ്ക് ചെയ്യുന്നത് സെയിം മാനറിലാണ് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്തിരുന്നത്. സോ വി കൺസിഡർ ദാറ്റ് GPS was probably the first program to embody the thinking humanly approach. അതേപോലെ 1958 മെക്കാർത്തി, നമ്മുടെ ജോൺ മെക്കാർത്തി, the one who gave the name artificial intelligence to this field. അപ്പൊ ജോൺ മെക്കാർത്തി ഒരു പുതിയ ഡെവലപ്മെന്റ് ആയിട്ട് വന്നു. അതായത് ലിസ്പ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്തു. മെക്കാർത്തി ഡിഫൈൻഡ് ദ ഹൈ ലെവൽ ലാംഗ്വേജ് ലിസ്പ്, which was to become the dominant AI programming language for the next 30 years. അതിനുശേഷം അദ്ദേഹം ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. ഇറ്റ് വാസ് എൻടൈറ്റിൽഡ് ആസ് പ്രോഗ്രാംസ് വിത്ത് കോമൺ സെൻസ്, കോമൺ സെൻസ് ഉള്ള പ്രോഗ്രാംസ്. Then in 1959 ഹെർബർട്ട് ജിയോമെട്രി തിയറം പ്രൂവർ കൺസ്ട്രക്ട് ചെയ്തു. ഇതെന്തിനാന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ തിയറംസ് പ്രൂവ് ചെയ്യാനായിരുന്നു. ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് ട്രിക്കി ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ തിയറംസ് വരെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. 1959 മറ്റൊരു കണ്ടുപിടുത്തം, മറ്റൊരു ബിഗ്ഗസ്റ്റ് മൈൽ സ്റ്റോൺ ആണ് ആർതർ സാമുവലിന്റെ ചെക്കേഴ്സ് പ്രോഗ്രാം. ഇത് AI ഫീൽഡിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് ചെക്കേഴ്സ് പ്രോഗ്രാം, അല്ലെങ്കിൽ നമ്മൾ അതിന് ഡ്രോട്ട്സ് എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതോടുകൂടിയാണ് നമ്മൾ ഈ ഗെയിംസിന്റെ ഏരിയയിലോട്ടേക്ക് AI സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കുറച്ച് ഗെയിംസ് കഴിഞ്ഞപ്പോ, ആദ്യമൊക്കെ ആർതർ സാമുവൽ എങ്ങനെയാണോ ഇതിന് പ്രോഗ്രാം ചെയ്തിരുന്നത് അതുപോലെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഇവൻച്വലി ഈ പ്രോഗ്രാം സ്വയം ലേൺ ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഫൈനലി ഈ പ്രോഗ്രാമിന്റെ ക്രിയേറ്റർ എന്താണോ അതിനെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇത് സ്വയം പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങി. Along the way, he disproved the idea that computers can only do what they are told to. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് കമ്പ്യൂട്ടറിനോട് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നു അത് മാത്രമാണ് കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റാന്നുള്ളതായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല. കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ചെക്കേഴ്സ് പ്രോഗ്രാം. അതാണ് ഈ ചെക്കേഴ്സ് പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് 1963 മെക്കാർത്തി സ്റ്റാർട്ടഡ് ദ AI ലാബ് അറ്റ് സ്റ്റാൻഫോർഡ്. സ്റ്റാൻഫോർഡിൽ ഒരു AI ലാബ് സ്റ്റാർട്ട് ചെയ്തു, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റാൻഫോർഡ് AI ലാബ് ഓർ സെയിൽ. Then in 1966 വെയ്സൻബോർഗ് created the first chatbot. അപ്പൊ ആദ്യത്തെ ചാറ്റ്ബോട്ട് ക്രിയേറ്റ് ആവുന്നത് 1966 ആൻഡ് ഇറ്റ് വാസ് നെയിംഡ് ആസ് എലൈസ. എലൈസ എന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാറ്റ്ബോട്ടിന്റെ നെയിം. സോ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ജസ്റ്റ് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു പീരീഡില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ്. അതിനുശേഷം 1966 to 1973
ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഡോസ് ഓഫ് റിയാലിറ്റി, അതായത് കുറച്ച് തിരിച്ചറിവുകളൊക്കെ കിട്ടിയ ഒരു കാലഘട്ടമാണിത്. അതായത് റിസർച്ചേഴ്സ് ആദ്യമൊക്കെ ഈ റിസർച്ചേഴ്സ് അപ്കമിങ് സക്സസിനെ പറ്റിയിട്ട് ഇവർ ഒരുപാട് പ്രഡിക്ഷൻസ് നടത്തുമായിരുന്നു. അപ്പൊ ഫോർ എക്സാമ്പിൾ 1957 ഹെർബർട്ട് സൈമൺ പ്രഡിക്റ്റഡ് വിത്തിൻ 10 years the computer would be a chess champion. ഇപ്പൊ ചെക്കേഴ്സ് പ്രോഗ്രാംസ് നമ്മൾ കണ്ടു. അപ്പൊ അതിനുശേഷം നമ്മൾ ചെസ് പ്രോഗ്രാംസിലോട്ട് കടക്കാൻ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തില് ഹെർബർട്ട് സൈമൺ ഒരു പ്രഡിക്ഷൻ നടത്തിയതാണ് വിത്തിൻ 10 ഇയേഴ്സിനുള്ളിൽ ചെസ് ചാമ്പ്യൻ ആവുന്ന, അതായത് അന്നത്തെ ചെസ് ചാമ്പ്യന്, വേൾഡ് ചാമ്പ്യൻ ആരാണോ അയാളെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതാണ് പോസ് ചെയ്തത്. അത് വിത്തിൻ 10 years ഒന്നും നടന്നില്ലെങ്കിലും ഒരു 40 years കഴിഞ്ഞപ്പോ അത് പ്രൂവ് ആയി മാറി. ഡീപ് ബ്ലൂ എന്ന് പറയുന്ന ഒരു ചെസ് പ്രോഗ്രാം, ആ പ്രോഗ്രാം അന്നത്തെ വേൾഡ് ചാമ്പ്യനായ ഗാരി കാസ്പറോവിനെ ബീറ്റ് ചെയ്തു. പക്ഷെ ഈ 10 കൊല്ലം കൊണ്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നൊക്കെ പറയണ ആ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇൻ ഓൾമോസ്റ്റ് ഓൾ കേസസ് however these early systems turned out to fail miserably when tried on a wider selection of problems and on more difficult problems. അതായത് ചെറിയൊരു പ്രോബ്ലം എടുക്കുമ്പോൾ അതിൽ നല്ലപോലെ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ നല്ല റിസൾട്ട് തന്നിരുന്ന പ്രോഗ്രാംസ് പോലും മിസറബിളി ഫെയിൽ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന്റെ ആ സെലക്ഷൻ ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് കുറെ കൂടി വൈഡർ സെലക്ഷൻ ഓഫ് പ്രോബ്ലംസ് കൺസിഡർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലത്തിലോട്ട് നമ്മൾ ഈ പ്രോഗ്രാംസിനെ അഡാപ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രോഗ്രാംസ് എല്ലാനും ഫെയിൽ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന് നമ്മൾ AI ഡോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ ഈ ഒരു AI ഡോൺ വന്നു കഴിഞ്ഞപ്പോ, ഈ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ഒരു ഫ്രോസൺ സ്റ്റേറ്റിൽ എത്തിയ പോലെയായി. അതായത് വേറെ ഡെവലപ്മെന്റ്സ് ഒന്നും നടക്കണില്ല. ആൾക്കാർക്ക് AI-യിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി. കുറെ ആൾക്കാർ AI-നെ ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ AI വിന്റർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇതുവരെ ഉള്ള ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2 തവണയാണ് AI വിന്റേഴ്സ് നടന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഈ ഒരു ടൈം ലൈൻ നോക്കിയേ. അപ്പൊ ഇതില് 1950 ട്യൂറിംഗ് ടെസ്റ്റ് ഇൻവെന്റ് ചെയ്തത് മുതലാണ് കേൾക്കുന്നത്. 1973 നമ്മളുടെ ഫസ്റ്റ് AI വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 1980s ആയപ്പോഴേക്കും പിന്നീട് അങ്ങോട്ട് AI ബൂമായി. പക്ഷെ അതിനുശേഷം വീണ്ടും 1988 ആയപ്പോഴേക്കും സെക്കൻഡ് AI വിന്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ AI വിന്റേഴ്സ് ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മൾ മെയിൻ ആയിട്ട് 3 kinds of difficulties ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. First kind of difficulty arose because most early programs knew nothing of their subject matter. They succeeded by means of simple syntactic manipulations. അതായത് ചെറിയ മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് മെയിൻ ആയിട്ടും പണ്ടത്തെ പ്രോഗ്രാംസ് ഒക്കെ സക്സീഡ് ചെയ്തിരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മിനി പ്രൊജക്ട്സും മെയിൻ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യാറുണ്ട്. അവര് കൊടുക്കണ ഇൻപുട്ടിൽ ആ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരും. പക്ഷെ ഈ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന സ്റ്റാഫ് ചിലപ്പോൾ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നില്ല, അല്ലെ? ഇതെന്താ? നമ്മൾ ആ പ്രോഗ്രാമിനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഇൻപുട്ടിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതിനെയാണ് നമ്മൾ സിന്റാക്ടിക് മാനിപ്പുലേഷൻസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുപോലത്തെ മാനിപ്പുലേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കുറെ പ്രോഗ്രാംസ് ഒക്കെ സക്സീഡ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ഒരു മാനിപ്പുലേഷൻസിൽ AI-യുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ റഷ്യൻ ലാംഗ്വേജ് വന്നിട്ട് അതിനെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതായത് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷന്റെ എക്സാമ്പിൾ പറയാം. The spirit is willing but the flesh is weak. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഇത് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ വില്ലിംഗ് ആണ്, പക്ഷെ നമ്മളുടെ ബോഡി ടയേർഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഫിസിക്കലി അത് പറ്റുന്നില്ല. മെന്റലി നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ കൂടി നമുക്ക് ഫിസിക്കലി പറ്റുന്നില്ല. പക്ഷെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ദ വോഡ്ക ഈസ് ഗുഡ് ബട്ട് ദ മീറ്റ് ഈസ് റോട്ടൻ. സ്പിരിറ്റ് എന്നുള്ളതിനെ വോഡ്ക ആക്കി, അതുപോലെ ഫ്ലഷ് എന്നുള്ളത് അവര് മീറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ആംബിഗസ് ആയിട്ടുള്ള ടേംസ് വരുമ്പോ ഇങ്ങനത്തെ കുറെ മണ്ടത്തരങ്ങൾ വരെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടപ്പോ ആൾക്കാർക്ക് AI-യിലുള്ള വിശ്വാസം ഇല്ലാണ്ടായി. ഇനി വിശ്വാസത്തിനേക്കാൾ ഉപരി ഈ ഒരു പ്രോജക്റ്റ് US ഗവൺമെന്റ് ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പൊ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു. അതോടൊപ്പം തന്നെ US ഗവൺമെന്റിന്റെ ഫണ്ടിങ് കംപ്ലീറ്റ് ഇല്ലാതായി. അപ്പൊ ഇത് AI ഡോണിന് ഒരു കാരണമായി. അതായത് AI വിന്റർ ഉണ്ടാവാനുള്ള ഒരു റീസൺ ആയിട്ട് ഈ ഒരു പ്രോജക്റ്റ് മാറി. The second kind of difficulty was the intractability of many of the problems that AI was attempting to solve. Intractability എന്ന് പറഞ്ഞാൽ എന്താ?
ഔട്ട് ഓഫ് കൺട്രോൾ, അതായത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടാവുന്നത്. അതായത് AI സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിരുന്ന കുറെ പ്രോബ്ലംസ് ഇൻട്രാക്റ്റബിൾ ആയി തുടങ്ങി. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലിയർ ടൈംസിൽ ഈ AI പ്രോഗ്രാംസ് ഒരു സൊല്യൂഷനിലോട്ട് എത്തുന്നത് അതിന് എന്തൊക്കെ പോസിബിൾ സ്റ്റെപ്സ് ഉണ്ടോ, എന്തൊക്കെ കോമ്പിനേഷൻ ഓഫ് സ്റ്റെപ്സ് ഉണ്ടോ, എല്ലാ പോസിബിൾ സ്റ്റെപ്സും ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഫൈനലി ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ കൂടി പോകുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ വേയിൽ കൂടി മാത്രം നമ്മൾ സൊല്യൂഷനിലോട്ടേക്ക് എത്താം, അങ്ങനെ ഒരു വേ കൺസിഡർ ചെയ്തിട്ടല്ല പണ്ടത്തെ പ്രോഗ്രാംസ് വർക്ക് ചെയ്തിരുന്നത്. വരുമ്പോൾ നമ്മൾ വലിയ പ്രോബ്ലംസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ നമ്പർ ഓഫ് കോമ്പിനേഷൻസ്, നമുക്ക് സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റുന്ന സ്റ്റെപ്സിന്റെ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പൊ അത്രയും സൊല്യൂഷൻസ്, അത്രയും ഡിഫറെന്റ് വേസിന് നമ്മൾ ട്രൈ ചെയ്യാന്ന് പറയുന്നത് അത് ഇൻഫൈനൈറ്റ് ടൈം ഒക്കെ എടുക്കണം. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ എത്തി, ഇൻഫൈനൈറ്റ് അല്ലെങ്കിലും അതുപോലെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത, നമ്മളുടെ കൺട്രോളിൽ നിന്ന് പോവാൻ തുടങ്ങി. അപ്പൊ ഇതാണ് ഈ ഇന്ററാക്റ്റബിലിറ്റി എന്ന് പറയുന്നതാണ് സെക്കൻഡ് കൈൻഡ് ഓഫ് ഡിഫിക്കൽറ്റി. Now the third kind of difficulty arose because of some fundamental limitations on the basic structures being used to generate intelligent behavior. അതായത് ഈ ഇന്റലിജൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്ന ബേസിക് സ്ട്രക്ചർ. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ഒരു പെർസെപ്ട്രോൺ ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ഫോം ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമൊക്കെ പെർസെപ്ട്രോൺ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇന്റലിജന്റ് ബിഹേവിയർ ജനറേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് മനസ്സിലായി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ വൈഡർ സെലക്ഷൻ ഓഫ് പ്രോബ്ലംസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ പെർസെപ്ട്രോൺ വെച്ചിട്ട് എല്ലാം ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് പിന്നീട് നമ്മൾ മൾട്ടി ലെയേർഡ് ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്കുകളും അതേപോലെ തന്നെ ബാക്ക് പ്രൊപ്പഗേഷൻ ഒക്കെ കണ്ടുപിടിച്ചു തുടങ്ങിയത്. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ഈ പെർസെപ്ട്രോൺ യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഇന്റലിജന്റ് ബിഹേവിയർ ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കിയിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ്, ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് AI വിന്റർ എന്ന് പറയുന്ന ആ ഒരു ഫ്രീസിംഗ് പീരീഡിലോട്ടേക്ക് ലീഡ് ചെയ്തിരുന്ന മെയിൻ ഫാക്ടേഴ്സ്. ഈ ഒരു AI ഡോൺ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്റലിജന്റ് ഹ്യൂമൻ റോബോട്ട് കണ്ടുപിടിക്കുന്നത് 1972 ജപ്പാനിൽ വെച്ചിട്ട്, ആൻഡ് ഇറ്റ് വാസ് നെയിംഡ് വാബോട്ട് 1. അപ്പൊ വാബോട്ടിന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കറന്റ് പീരീഡില് ഹ്യൂമൻ റോബോട്ട്സുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ ഒന്നും തോന്നണില്ല അല്ലെ. ഇപ്പൊ ഹ്യൂമൻ റോബോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ യന്തിരൻ മൂവി, യന്തിരനിലെ ചിട്ടി റോബോട്ട് അത്രക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ലെങ്കിലും സോഫിയ, ഐ തിങ്ക് യു നോ സോഫിയ. ഇപ്പൊ ഫസ്റ്റ് സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ഹ്യൂമൻ റോബോട്ടാണ് സോഫിയ. അപ്പൊ ഈ ഒരു വാബോട്ട് എന്ന് പറയുന്ന ഈ ഒരു ലുക്കിലുള്ള ഹ്യൂമൻ റോബോട്ടിൽ നിന്നാണ് നമ്മൾ സോഫിയ വരെ എത്തി നിൽക്കുന്നത്. ഒരു ഫസ്റ്റ് AI വിന്റർ കഴിഞ്ഞ സമയത്ത് അതിന് ശേഷം വന്ന ഒരു ഫേസ് ആണ് നോളേജ് ബേസ്ഡ് സിസ്റ്റത്തിന്റെ ഫേസ്. അതായത് നോളേജ് ബേസ്ഡ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്ന ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷെ ആ സെയിം പ്രോഗ്രാം അല്ലെങ്കിൽ ആ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലത്തിന്റെ ഏരിയ കുറച്ച് വൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ലാർജർ പ്രോബ്ലത്തിലോട്ട് സെയിം പ്രോഗ്രാമിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് റോങ് ആയി തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വീക്ക് മെത്തേഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് വന്നതാണ് ഡൊമൈൻ സ്പെസിഫിക് നോളേജ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ്. അതാണ് നമ്മൾ നോളേജ് ബേസ്ഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എക്സ്പേർട്ട് സിസ്റ്റംസ്. അതായത് ആ പ്രോഗ്രാം റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഏരിയയിലാണോ അല്ലെങ്കിൽ ഏത് ഡൊമൈനിലാണോ ആ ഡൊമൈനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് നോളേജ് ഈ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം ആയാലും അല്ലെങ്കിൽ എത്ര ബിഗ് പ്രോബ്ലം ആയിട്ടുണ്ടെങ്കിലും പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സിസ്റ്റത്തിന് പറ്റും. ബിക്കോസ് ദാറ്റ് സിസ്റ്റം ഈസ് എൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഡൊമൈൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഡൊമൈൻ സ്പെസിഫിക് നോളേജ് വെച്ചിട്ട് നോളേജ് ഇന്റൻസീവ് സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത ഫസ്റ്റ് സക്സസ്ഫുൾ പ്രോഗ്രാം ആണ് ഡെൻഡ്രൽ പ്രോഗ്രാം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ ഇയർ 1969. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് കുറെ സ്പെഷ്യൽ പർപ്പസ് റൂൾസ് യൂസ് ചെയ്തിട്ടാണ്. റൂൾ ബേസ്ഡ് പ്രോഗ്രാം ആണ് ഡെൻഡ്രൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ ഈ സെയിം മെത്തഡോളജി, റൂൾ ബേസ്ഡ് മെത്തഡോളജി നമ്മൾ ബാക്കിയുള്ള ഹ്യൂമൻ എക്സ്പെർട്ടൈസ്ഡ് ഏരിയാസിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു മെഡിക്കൽ ഡയഗ്നോസിസ്. അപ്പൊ മെഡിക്കൽ ഡയഗ്നോസിസിൽ നമ്മൾ ഈ ഒരു മെത്തഡോളജി യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ച ഡെവലപ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മൈസിൻ. മൈസിൻ വാസ് ഡെവലപ്ഡ് ഇൻ ദ ഇയർ 1972 ആൻഡ് ഇറ്റ് വാസ് യൂസ്ഡ് ടു ഡയഗ്നോസ് ബ്ലഡ് ഇൻഫെക്ഷൻസ്. അപ്പൊ മൈസിൻ ബ്ലഡ് ഇൻഫെക്ഷൻസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു എക്സ്പേർട്ട് സിസ്റ്റം ആണ്.
അത് 450 റൂൾസ്, ഇതും ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം ആണ്. 450 സ്പെഷ്യൽ പർപ്പസ് റൂൾസ് യൂസ് ചെയ്തിട്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റി, എക്സ്പേർട്ട് ഡോക്ടേഴ്സ് എങ്ങനെയാണോ ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലഡ് ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്യുന്നത്, അതേപോലെ മൈസിന് ബ്ലഡ് ഇൻഫെക്ഷൻസിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജസ്റ്റ് 450 റൂൾസ്. എക്സ്പേർട്സിനെ പോലെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് മാത്രമല്ല, ജൂനിയർ ഡോക്ടേഴ്സിനേക്കാളും കുറെ കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് മൈസിന് പറ്റി. സോ മൈസിൻ ആൻഡ് ഡെന്റൽ പ്രോഗ്രാം ഇത് രണ്ടും എക്സ്പേർട്ട് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഡെവലപ്മെന്റ്സ് ആണ്. പിന്നീട് നമ്മൾ ഈ ഡൊമൈൻ നോളേജ് എന്ന് പറയുന്നത്, എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഏരിയാസിലോട്ടേക്ക്, അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിലോട്ടേക്കൊക്കെ നമ്മൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. Then the next phase എന്ന് പറയുന്നത് AI becomes an industry. അതായത് എല്ലായിടത്തും നമ്മൾ AI യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ നമ്മൾ ഫസ്റ്റ് സക്സസ്ഫുൾ കൊമേഴ്ഷ്യൽ എക്സ്പേർട്ട് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് R1 ആണ്. R1 എക്സ്പേർട്ട് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തിരുന്നത് DEC, ഡിജിറ്റൽ എക്യുപ്മെന്റ് കോർപ്പറേഷൻ. അവിടെ നമ്മൾ പുതിയ കമ്പ്യൂട്ടേഴ്സിന്റെ ഓർഡേഴ്സ് വരുമ്പോൾ ആ കമ്പ്യൂട്ടർ സിസ്റ്റംസിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് R1 എന്ന് പറയുന്ന എക്സ്പേർട്ട് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ 1982 ഇത് കൊമേഴ്ഷ്യലി യൂസ് ചെയ്ത് തുടങ്ങിയെങ്കിലും 1986 ആയപ്പോ ഇത് കമ്പനിക്ക് $40 million സേവിങ്സ് ആക്കി കൊടുത്തു. ബൈ 1988 DECയിൽ ഒരു എക്സ്പേർട്ട് സിസ്റ്റം എന്നുള്ളതിന് പകരം 40 എക്സ്പേർട്ട് സിസ്റ്റംസ് ഡിപ്ലോയ് ചെയ്തു. ഓവറോൾ ദ AI ഇൻഡസ്ട്രി ബൂം ഫ്രം എ ഫ്യൂ $1 million in 1980 to billions of dollars in 1988, including hundreds of companies building expert systems, vision systems, robots, software and hardware specialized for these purposes. പക്ഷേ ഈ ഒരു ഹൈപ്പ്, എഐയുടെ ഈ ഒരു ഹൈപ്പ് വന്നു തുടങ്ങിയപ്പോൾ റിസർച്ചേഴ്സിന് പിന്നെയും പേടി തുടങ്ങി. ഓൾറെഡി ഈ റിസർച്ചേഴ്സ് ഒരുപാട് ഓവർ കോൺഫിഡന്റ് ആയിരിക്കുന്ന സമയത്ത്, ഇവർ കുറെ പ്രെഡിക്ഷൻസ് ഒക്കെ നടത്തി എഐ ഭയങ്കര സംഭവമായിരിക്കുന്ന സമയത്താണ് ഇവർക്ക് ഫണ്ടിങ് ഒക്കെ നിന്ന് പോയതും അതുപോലെ ഫസ്റ്റ് AI വിൻഡർ സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ പിന്നെ ഫണ്ടിങ് ഇല്ലാണ്ടാവോ, AI വിൻഡർ ഉണ്ടാവോ എന്നൊക്കെ റിസർച്ചേഴ്സിന് ഭയം വരാൻ തുടങ്ങി. ആൻഡ് ദിസ് ഫിയർ പ്രൂവ്ഡ് ടു ബി കറക്റ്റ്. സൂൺ ആഫ്റ്റർ ദാറ്റ് കെയിം ദ സെക്കൻഡ് AI വിൻഡർ. AI ഇങ്ങനെ ബൂം ചെയ്തിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ AI വിൻഡർ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 1980s മിഡ് ആയപ്പോഴാണ് നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻ ലേണിംഗിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ദ റിട്ടേൺ ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂറൽ നെറ്റ്വർക്ക്സ് നമ്മൾ രണ്ടാമത് യൂസ് ചെയ്തു തുടങ്ങി. അപ്പൊ ഓൾറെഡി ഈ ബാക്ക് പ്രൊപ്പഗേഷൻ നമ്മൾ 1969 കണ്ടുപിടിച്ചതാണെങ്കിലും അതിന് അത്രത്തോളം പ്രാധാന്യം കിട്ടിയിരുന്നില്ല. പിന്നീട് 1980s മിഡ് ആയപ്പോ ഈ ബാക്ക് പ്രൊപ്പഗേഷന് നമ്മൾ റീഇൻവെന്റ് ചെയ്തു. അതേപോലെ മറ്റൊരു ഫേസ് ആണ് 1987 മുതൽ ഇങ്ങോട്ടേക്കുള്ള കാലഘട്ടം, അതായത് സയന്റിഫിക് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്ത കാലഘട്ടം. റീസെന്റ് ഇയേഴ്സ് ഹാവ് സീൻ എ റെവല്യൂഷൻ ഇൻ ബോത്ത് the content and the methodology of work in artificial intelligence. കണ്ടന്റ് ആയാലും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മെത്തഡോളജിയിലായാലും ഒരുപാട് ചേഞ്ചസ് വന്ന കാലഘട്ടങ്ങളാണ്. ഇതിൽ മെത്തഡോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? AI has finally come firmly under the scientific method. സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള കുറച്ച് മെത്തഡോളജീസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. In recent years, approaches based on hidden Markov models have come to dominate the area of speech recognition. സ്പീച്ച് റെക്കഗ്നിഷന് വേണ്ടിയിട്ട് നമ്മൾ ഹിഡൻ മാർക്കോ മോഡൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഡാറ്റ മൈനിങ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. പിന്നീട് നമ്മൾ മാത്സില് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ AI യൂസ് ചെയ്തു. നമ്മളൊരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അൺസർട്ടനിറ്റീസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നത് പ്രോബബിലിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ പ്രോബബിലിറ്റി റീസണിങ് ഇൻ ഇന്റലിജന്റ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തു. അതേപോലെ അൺസർട്ടനിറ്റിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള മറ്റൊരു എഫിഷ്യന്റ് മെത്തേഡ് ആയിരുന്നു ബയേഷ്യൻ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഒരുപാട് റെവല്യൂഷൻസ് റോബോട്ടിക്സിലും കമ്പ്യൂട്ടർ വിഷനിലും നോളജ് റെപ്രസെന്റേഷനിലൊക്കെ ഒരുപാട് റെവല്യൂഷൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് 1987 മുതൽ പ്രസന്റ് വരെ ഉള്ളത്. പിന്നീട് 1995 ആയപ്പോഴാണ് നമ്മൾ ഇന്റലിജന്റ് ഏജന്റ്സ് എമർജ് ചെയ്തു തുടങ്ങിയത്. ഏജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് ദാറ്റ് ആക്ട്സ്, അതിനെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. ഇനി ആ ഏജന്റ് ആക്ട് ചെയ്യുന്നത് ഇന്റലിജന്റ് ആയിട്ടാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഇന്റലിജന്റ് ഏജന്റ്സ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഇന്റലിജന്റ് ഏജന്റ്സ് ഒക്കെ വരുന്നത് 1995 മുതലാണ്. ഈ ഇന്റലിജന്റ് ഏജന്റ്സ് വർക്ക് ചെയ്യുന്നത് അവരുടെ ആ ഒരു എൻവയൺമെന്റ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻവയൺമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റർനെറ്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസിൽ AI സിസ്റ്റംസ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി.
അതേപോലെ തന്നെ ഒരുപാട് ഇന്റർനെറ്റ് ടൂൾസിൽ, ഫോർ എക്സാമ്പിൾ സെർച്ച് എഞ്ചിൻ, റെക്കമെൻഡർ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് റെക്കമെൻഡേഷൻസ് തരണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവി കാണുന്നത്, അതിനോട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ടേസ്റ്റിനോട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ മൂവീസ് നമുക്ക് താഴെ റെക്കമെൻഡേഷനിൽ വരും. അങ്ങനത്തെ റെക്കമെൻഡേഷൻ സിസ്റ്റംസ് AI യൂസ് ചെയ്താണ് വർക്ക് ചെയ്തിരുന്നത്. അതേപോലെ വെബ്സൈറ്റ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിൾ ന്യൂസ് നോക്കാം. അതെന്താ ചെയ്യുന്നത്? പല പല വെബ്സൈറ്റിൽ നിന്നുള്ളതിനെ അഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് ഒരു സിംഗിൾ പേജിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പോട്ടിൽ നമുക്ക് കാട്ടിത്തരികയാണ് ചെയ്യുന്നത്. അതേപോലെ AIയുടെ മൈൽ സ്റ്റോണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് IBMന്റെ ഡീപ് ബ്ലൂ. 1957 ഹെർബർട്ട് സൈമൺ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്തിൻ 10 years AI ചെസ് പ്രോഗ്രാം എന്ന് പറയുന്നത് വേൾഡ് ചാമ്പ്യൻ ആവും. അത് വിത്തിൻ 10 years നടന്നില്ലെങ്കിലും 1997 IBMന്റെ ഡീപ് ബ്ലൂ എന്ന് പറയുന്ന ചെസ് പ്രോഗ്രാം, ആ പ്രോഗ്രാം എന്ത് ചെയ്തു? അന്നത്തെ വേൾഡ് ചെസ് ചാമ്പ്യൻ ആയ ഗാരി കാസ്പറോവിനെ ബീറ്റ് ചെയ്തു. ആൻഡ് ഇറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ ടു ബീറ്റ് എ വേൾഡ് ചെസ് ചാമ്പ്യൻ. പിന്നീട് 2002 ഫോർ ദ ഫസ്റ്റ് ടൈം AI entered the home in the form of Roomba. നമ്മുടെ വീടുകളിലോട്ട് AI എത്തിയതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് റൂംബ. Then in 2006, AI became a business world. Companies like Facebook, Twitter and Netflix also started using AI. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് റെക്കമെൻഡേഷൻസ് വരുന്നത്, അതുപോലെ ഇപ്പൊ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഷോർട്സോ റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ഏരിയയിലാണോ നമ്മൾ റീൽസ് കാണുന്നത് ആ ഒരു ഏരിയയില് ഒരുപാട് റീൽസ് പിന്നെയും വരാൻ തുടങ്ങും അല്ലെ. അങ്ങനെ ഒരുപാട് കമ്പനീസ് AI യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. And the next phase എന്ന് പറയുന്നത് the availability of very large data sets. പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ AI നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തിരുന്നത് അൽഗോരിതംസിലായിരുന്നു. അതായത് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള പുതിയ പുതിയ അൽഗോരിതംസ് ജനറേറ്റ് ചെയ്യുന്നതിലായിരുന്നു. പക്ഷെ 2001 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രക്കും ലാർജ് നമ്പർ ഓഫ് ഡാറ്റാസ് നമ്മുടെ കയ്യിൽ കിട്ടാൻ തുടങ്ങി. നമുക്ക് ഡാറ്റ കിട്ടാന്ന് പറയുന്നത് ഒരുപാട് എളുപ്പമായി തുടങ്ങി. അങ്ങനെ വരുമ്പോ നമുക്ക് ഈ അൽഗോരിതത്തിൽ ഒരുപാട് എംഫസൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഇൻ 1995 യാറോസ്കിസ് വർക്ക് ഓൺ വേർഡ് സെൻസ് ഡിസാംബിഗ്വേഷൻ. അതായത് ഇപ്പോ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മളൊരു സെന്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടെന്ന് വെക്കുക. ആണെങ്കിൽ ആ പ്ലാന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഫ്ലോറയാണോ അതുപോലെ തന്നെ ഫാക്ടറി ആണോ? ഫ്ലോറ എന്ന് പറയുമ്പോൾ എന്താ, പ്ലാന്റ് എന്ന് പറയുന്നത് ചെടി എന്ന് പറയുന്ന മീനിങ് ആവും. അതല്ല, അത് റെഫർ ചെയ്യുന്നത് ഫ്ലോറ എന്ന് പറയുന്ന സെൻസിലല്ല, ഫാക്ടറി എന്ന് പറയുന്ന സെൻസിലാണെങ്കിൽ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റ് എന്നുള്ള മീനിങ് ആവും അല്ലെ. അപ്പൊ അത് നമുക്ക് അൽഗോരിതംസ് ഒന്നും യൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ദ ഡിക്ഷണറി ഡെഫിനിഷൻസ് ഓഫ് ദ ടു സെൻസസ്, രണ്ട് സെൻസിലെ ഡിക്ഷണറി ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ വേറൊരു എക്സാമ്പിൾ ആയിരുന്നു ദ പ്രോബ്ലം ഓഫ് ഫില്ലിംഗ് ഹോൾസ് ഇൻ എ ഫോട്ടോഗ്രാഫ്. അതായത് ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു നിൽക്ക്, അപ്പൊ ആ ഗ്രൂപ്പ് ഫോട്ടോയില് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഉള്ള ഒരു ഫോട്ടോ, അതിൽ ഒരാൾ ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട് എല്ലാം നോക്ക്, ഒരു എക്സ് ഫ്രണ്ട്. അപ്പൊ ആ ഒരു എക്സ് ഫ്രണ്ടിന് നമുക്ക് ഈ ഫോട്ടോഗ്രാഫിൽ നിന്ന് മായ്ച്ചു കളയണം, നമുക്ക് അയാളെ മാസ്ക് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യാം? അങ്ങനെ മാസ്ക് ചെയ്യാനായിട്ട് നമുക്ക് ഫോട്ടോ എഡിറ്റിങ്ങിന് ഒരുപാട് ആപ്സ് ഉണ്ട്. ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ അവരെ ഇറേസ് ചെയ്ത് കളയും, മാസ്ക് ചെയ്ത് കളയും അല്ലെ. അപ്പൊ ജസ്റ്റ് മാസ്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹോളായിട്ട് വന്നിട്ട് കാര്യമില്ല, ആ ഹോളിനെ നമ്മൾ ഫില്ല് ചെയ്യണമെങ്കിൽ എന്താ, അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട്, ആക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് വേണം നമുക്ക് അവിടെ വരാനായിട്ട്. അപ്പൊ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുറെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായാൽ മതി. നമ്മളുടെ കയ്യിൽ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ആക്ച്വലി വരേണ്ട ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾക്ക് കയ്യില് ലാർജ് ഡാറ്റാ സെറ്റ് ഉണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് അൽഗോരിതംസ് ഇല്ലാണ്ട് പുതിയതായിട്ട് അൽഗോരിതംസ് കണ്ടുപിടിക്കുന്നതിനേക്കാളും ഈ നമ്മളുടെ കയ്യിലുള്ള ഡാറ്റാസ് വെച്ചിട്ട്, അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് വെച്ച് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങി. റിപ്പോർട്ടേഴ്സ് ഹാവ് നോട്ടീസ്ഡ് ദ സർജ് ഓഫ് ന്യൂ ആപ്ലിക്കേഷൻസ് ആൻഡ് ഹാവ് റിട്ടൺ ദാറ്റ് AI വിന്റർ മേ ബി yielding to a new spring. 2 തവണ നമുക്ക് AI വിന്റർ ഉണ്ടായിരുന്നു, പക്ഷെ ആ AI വിന്റർ ഇപ്പൊ ഒരു സ്പ്രിംഗ് ആയി മാറിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടേഴ്സ് പറയുന്നത്. അപ്പൊ സ്പ്രിംഗ് ഇനി ഒരിക്കലും വിന്ററിലോട്ട് പോവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഐ ഹോപ്പ് you got a complete understanding about the history of AI. If you have any suggestions, you can comment it down. See you soon in the next video. Till that, this is me, Naufla Tia, signing off from Edumento. Thank you.